ഒരുപാട് ബിഗിനർ ആർട്ടിസ്റ്റുകൾ വിചാരിക്കുന്നുണ്ട് ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് ഫുൾ ടാലന്റ് മാത്രം മതിയെന്ന്. പക്ഷെ അതല്ല സത്യം. വരയ്ക്കാനുള്ള ടാലന്റ് മാത്രം പോരാ. ഓൺലൈനിലൂടെ ആർട്ട് പഠിച്ച നമ്മുടെ സ്റ്റുഡന്റ് പറയുന്ന വാക്കുകളൊന്ന് കേട്ടു നോക്കാം. നവീൻ പാർട്ട് ബൈ പാർട്ട് ആയിട്ട് ചെയ്യുന്ന ഒരാളാ. യെസ്, ഗുഡ്, സൂപ്പർ. ഈ ആർട്ട് വർക്ക് ഞാൻ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഒരു 60 ദിവസം ഞാൻ എടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട്. അപ്പം ഇതിൽ 60 ദിവസത്തിൽ ഞാൻ ഒരു ദിവസം പോലും ഇടവിട്ടിട്ടില്ല. ഇടവിടാതെ 60 ദിവസം തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ കമ്മീഷൻ വർക്ക് ചെയ്യുന്നെടുക്കുന്ന ആളാണ്. ഈ 2 മാസവും ഞാൻ കമ്മീഷൻ വർക്ക് പോലും എടുക്കാതെയാണ് ഞാൻ ഈ വർക്ക് എടുത്തിരുന്നത്. നാളെ തൊട്ട് വേണം ഞാൻ ഈ കമ്മീഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. അപ്പം ഒരുപാട് ഞാൻ ഹൈപ്പർ കൊണ്ടുവരണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. സാധാരണ ഞാൻ ചെയ്യുന്നത് റിയലിസ്റ്റിക് ആണ് എല്ലാം ചെയ്യാറുള്ളത്. അപ്പം എന്തുകൊണ്ടാണ് പിന്നെ ഇത് ഹൈപ്പർ ആക്കിക്കൂടാന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഒരുപാട് ഡീറ്റെയിൽ ഞാനിത് ചെയ്തിരിക്കുന്നത് ഫാബ്രിയാനോടെ പേപ്പറിലാണ്, ടെക്സ്ചറാണ്. ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് ടെക്സ്ചർ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. സാറിന് എനിക്ക് കൂടുതലും നന്ദി പറയാനുള്ളത് സാറിനോടാണ്. ഞാൻ സാറിന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. സാറ് ഓർക്കുന്നുണ്ട്, ഞാൻ വണ്ടി ഇരുന്ന സമയത്ത് ഞാൻ ഈ ആർട്ട് ഫീൽഡിൽ വന്നിട്ട് ഒരു 6 വർഷത്തോളമായി. ഈ 6 വർഷത്തോളമാണ് ഞാൻ ഈ പെൻസിൽ ഡ്രോയിങ് ആണ്, പോർട്രേറ്റാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വണ്ടിന് ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഞാൻ A3 ഞാൻ ചെയ്തിട്ടുള്ളൂ. ഈ 6 വർഷം ഞാൻ ചെയ്തിരിക്കുന്നത് A3 ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം അതിൽ ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഫെയിലായിപ്പോയായിരുന്നു. അത് ഞാൻ സാറിനോട് പറഞ്ഞപ്പോൾ സാറിനോട് പറഞ്ഞ് ഇപ്രാവശ്യം വാക്ക് തരണമെന്ന് പറഞ്ഞ് ചെയ്യുന്നത്. ഞാൻ ഇത് കറക്റ്റ് A2 ഞാൻ പേപ്പർ കട്ടിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് പേപ്പർ കട്ടിങ് ആണ്. A2 കറക്റ്റ് A2 അല്ല വന്നിരിക്കുന്നത്. ഞാൻ എന്നിട്ട് സാറിനോട് 2 വാക്കാണ് മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഒന്ന്, ഞാൻ ടീച്ചിങ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇപ്പം ഞാനിപ്പോൾ സാറിനോട് ഞാൻ പറഞ്ഞിട്ടില്ല, ഇപ്പോഴാണ് ഞാൻ സാറിനോട് പറയുന്നത്. എന്നോട് അഡ്മിഷൻ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിള്ളേർക്കുള്ള കുട്ടികൾക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പഠിപ്പിക്കാൻ ഞാൻ തുടങ്ങിയിട്ടില്ല. ഇതിൻ്റെ പുറകെ ഇരുന്നുകൊണ്ട് എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഈ വെള്ളിയാഴ്ച മുതലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ അന്ന് തന്നെ ഞാൻ അഡ്മിഷൻ എടുത്തു. ഇപ്പം ഞാൻ ഇവിടെ വരുമ്പോൾ സാറിനോട് ഇത് പറയണമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇരുന്നത്. അപ്പം താങ്ക് യു സാർ. സാറിനോടാണ് എനിക്ക് കൂടുതൽ നന്ദി പറയാനുള്ളത്. താങ്ക് യു, സൂപ്പർ. ഇഷ്ടപ്പെട്ടോ? വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമന്റ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.